നമസ്കാരം, ഡാർക്കുൾ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കീ ഫ്രെയിം എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ 20 വേർഷൻ, അതായത് പബ്ലിക് ബീറ്റ വേർഷൻ റിലീസായിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കീ ഫ്രെയിം എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. 19 യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ടാവും അല്ലേ, ഒരു കീ ഫ്രെയിമിൻ്റെ ഒക്കെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലൈനൊക്കെ വരുന്ന ഒരു സംഭവം അവിടെ വരും. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു പണി പിടിച്ചൊരു പ്രയാസകരമായൊരു കാര്യമായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലോ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറിലൊക്കെ കാണുന്ന പോലെ ഈസി ആയിട്ട് കീ ഫ്രെയിം എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ താഴെ നമുക്ക് കീ ഫ്രെയിമിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കാൻ പറ്റും. നിങ്ങൾക്ക് 20 വേർഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ അവരെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ വേർഷനും ഉണ്ട്. അതേപോലെ ഇപ്പോൾ സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഫ്രീ അപ്ഡേഷനുമാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഫ്രീ ഉപയോഗിക്കുന്നവർക്ക് സാധാരണഗതിയിൽ ഫ്രീ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് പേജിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, ഇവിടെ എഡിറ്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കീ ഫ്രെയിംസ് എന്ന് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ഓൺ ആയിട്ട് വരും. ഓക്കെയാണേ. ഇനി അതേപോലെ തന്നെ ഈ ടൈം ലൈനിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ നമുക്ക് കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ, മേലെ കാണുന്ന ഈ ഒരു കീ ഫ്രെയിംസിൻ്റെ ഓപ്ഷനിൽ ഇൻസ്പെക്ടറിൻ്റെ അകത്തുള്ള എല്ലാ കാര്യത്തിൻ്റെയും കീ ഫ്രെയിംസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ താഴെ നമ്മൾ ഏതിലെങ്കിലും കീ ഫ്രെയിം അപ്ലൈ ചെയ്താൽ അത് മാത്രം താഴേക്ക് വരും. കണ്ടോ, പിന്നെ അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് അത് പോവും. ഞാൻ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ പൊസിഷൻ എക്സ്പോസിഷൻ മാത്രമാണ് ഇവിടെ ഓൺ ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ട്രാൻസ്ഫോമിന് ഒരു കീ ഫ്രെയിം വരും, എക്സ്പോസിഷനിൽ അത് ഞാൻ എന്തിനാണ് കീ ഫ്രെയിം അപ്ലൈ ചെയ്യുന്നത് അത് മാത്രം ഇവിടെ ആയിട്ട് വരും. ഈ രണ്ട് രീതികളും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ കീ ഫ്രെയിമുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പഠിക്കില്ല. ആദ്യം തന്നെ ഞാൻ ആദ്യം ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇവിടെ ഉണ്ട്, ഞാൻ ഇതിനൊന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് അടുത്തത് പറയാം. ഇവിടെ ഇപ്പോൾ എനിക്കൊന്ന് സൂം ചെയ്യണം. എങ്ങനെയാണ്, ഈ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. പക്ഷേ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ഒരു ആനിമേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ആ ഒരു സൂം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ സൂമിൻ്റെ കൂടെ ചെറിയൊരു മോഷൻ ആനിമേഷൻ അല്ലെ ഒരു സ്റ്റൈലിഷ് ആയിട്ടൊരു സൂം, അതായത് ഇപ്പോൾ ഇതിൻ്റെ 1 എന്നുള്ള ഈ സൂമിൽ നിന്നുകൊണ്ട് 2 എന്നുള്ള സൂമിലേക്കുള്ള ഒരു ട്രാൻസിഷനൊക്കെ കൊടുക്കണമെങ്കിലാണ് നമ്മളിവിടെ കീ ഫ്രെയിം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ സൂം എന്നുള്ള ഇവിടെ ജസ്റ്റ് ഒരു കീ ഫ്രെയിം ഇവിടുന്ന് അപ്ലൈ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതേപോലെ ഇവിടെയും അപ്ലൈ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ കീ ഫ്രെയിം ചെയ്ത സംഭവങ്ങളൊക്കെ താഴെയും വന്നിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്ക് ഇത്തിരി മുന്നോട്ടേക്ക് പോകാം. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോകുമ്പോഴേക്കും അത് സൂമായിട്ട് വരണം. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാനില്ല, കുറച്ച് മുന്നോട്ടേക്ക് ഫ്രെയിംസ് നീക്കി വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് സൂം കണ്ടോ, ഈ സൂമിൽ ചെറിയൊരു സൂം അപ്ലൈ ചെയ്യാം. 4 3 നിങ്ങൾക്ക് മാനുവലി എഴുതി കൊടുക്കാം കേട്ടോ. 1.5 എന്നുള്ളൊരു സൂം ഞാനിവിടെ കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഈ പ്ലേ ഹെഡ് ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൂം കണ്ടോ, ഒരു ജമ്പ്, ഒരു സ്പീഡ് സൂം ആയിപ്പോയി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് ഇനി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ വന്നിട്ട് ഈ കീ ഫ്രെയിമുകൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ മേലെ ഈ കീ ഫ്രെയിം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് എത്രാമത്തെ ഫ്രെയിമിലേക്ക് വരണം, അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്ക് സൂം മതി എന്ന് കരുതുക. അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഏതാണോ ഈസി അതുപോലെ ചെയ്യുക. എന്നിട്ട് ഈ കീ ഫ്രെയിംസ് ഇവിടേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ താഴെയും ഇവിടേക്ക് മൂവായിട്ട് നന്നായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ സ്മൂത്ത് സൂം ആയില്ലേ. ഇനിയും മുന്നോട്ടേക്കാണെങ്കിൽ ഇതേപോലെ മുന്നോട്ടേക്ക് നീക്കി വെക്കാം. കണ്ടൊരു സ്ലോ മോഷനിൽ സൂം കിട്ടിയില്ലേ. ഇവിടെ ഭയങ്കര സ്ലോ ആയിട്ട് സൂം ആയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നില്ല. ഇത് നല്ലൊരു സൂം കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ആ സൂം ഔട്ട് ആവണം. എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ കീ ഫ്രെയിം വീണ്ടും അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യാം, ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. അത് 3 സ്ഥലത്ത് ഉണ്ടെന്ന് കാണിച്ചാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ സൂമിൽ ഇവിടെ വെച്ചിട്ട് കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വന്ന ശേഷം എന്ത് ചെയ്യണം, സൂം തിരിച്ച് ആ ഒരു 1 എന്നുള്ള പൊസിഷനിലേക്ക് തിരിച്ചു വരണം. ഓക്കെ, 1 എന്ന് ഇവിടെ ഒരു വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, കണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കീ ഫ്രെയിംസിൻ്റെ എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ഈ ചെയ്ത് വെച്ച സംഭവത്തിനെ കുറച്ചും കൂടെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം. ഈ കീ ഫ്രെയിം ഇവിടുന്ന് മാറ്റണമെങ്കിൽ, കുറച്ച് ബാക്കോട്ടേക്ക് എടുത്ത് വെക്കണമെങ്കിൽ ഈസി ആയിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. കണ്ടോ, സൂമിൻ്റെ പൊസിഷനും സൂമിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇതേപോലെ നമുക്ക് ഈ ഫ്രെയിമുകൾ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതായത് ടൈമിങ്ങുകൾ കാര്യങ്ങളൊക്കെ മാറ്റാം. ഓക്കെ, ആദ്യത്തെ ഒരു സംഭവം ഇതാണ്. ഇനി കീ ഫ്രെയിം കൊണ്ടുള്ള മറ്റു കുറച്ച് ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സൂമിൻ്റെ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് സെലക്ട് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിട്ട് പോയിക്കോളും. ഇവിടേക്ക് ഞാനൊരു വീഡിയോ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത് ജസ്റ്റ് കീ ഫ്രെയിം കൊടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു തീ ഞാനിങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കത്തും പോലെ തോന്നിട്ടില്ല. ഇപ്പോൾ മാറിപ്പോയി. ഇപ്പോൾ ഏകദേശം ഇവിടം വരെ ഓക്കെയാണ്. ഇത് കറക്റ്റ് അല്ല, ഞാൻ ഒരു പഠിക്കാൻ വേണ്ടി കാണിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ കല്ല് മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഈ ഒരു ജണ്ട എന്ന് പറയും, ഫോറസ്റ്റ് ജണ്ട, ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ കൂടെ ഇതാകണ്ടോ
ഈ ഒരു ടീം അവിടെ തന്നെ ഫിക്സ് ചെയ്ത് നിന്ന പോലെ നിൽക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം. എവിടെയാണ്? പൊസിഷൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് പൊസിഷൻ എന്നുള്ള ഇവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മുന്നോട്ടേക്കാണ് നമുക്ക് വേണ്ടതില്ലേ. ഇനി കുറച്ച് മുന്നോട്ടേക്ക് നീങ്ങി വരുന്ന സമയത്തും അവിടെ തന്നെ നിൽക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഐക്കൺ ഉണ്ടാവും, ഇതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ അവിടേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ കണ്ടോ, ഓൾമോസ്റ്റ് അവിടെ തന്നെ നിൽക്കും പോലെ അല്ലേ. ഇനി ഇത് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴും അവിടെ തന്നെ വേണം അല്ലേ. അപ്പോൾ വീണ്ടും അവിടേക്ക് എടുത്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഏകദേശം കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യേണ്ട, നമുക്ക് ട്രാക്ക് ചെയ്തൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ജസ്റ്റ് ഒന്ന് മതിയെങ്കിൽ ഇതേപോലെ ഓരോ പൊസിഷനിലും ഇങ്ങനെ മൂവിങ് മാറിപ്പോണെങ്കിൽ കുറച്ചും ഇങ്ങോട്ട് നീക്കി വെച്ചെടുക്കുക. പണ്ടൊക്കെ നമ്മൾ ഇതേപോലെ ആയിരുന്നു ട്രാക്കിംഗ്, ഓട്ടോ ട്രാക്കിംഗ് ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ഇതേപോലെ ആയിരുന്നു മാനുവലി ട്രാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. കണ്ടോ, ഈ ഒരു പൊസിഷനിൽ വന്നു, ഈ ഒരു പൊസിഷനിൽ നിന്ന് താഴേക്കായി പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊക്കി വെക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ആ ജണ്ടൻ്റെ മുകളിൽ തന്നെ കത്തുമ്പോൾ ഒരു ഫീൽ കിട്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ കീ ഫ്രെയിംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം എടുത്തുകൊണ്ട് ഈ ഓരോ ഫ്രെയിമും തെറ്റിപ്പോവാതെ അവിടെ തന്നെ ഫിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂവ്മെൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ കുറച്ച് മേലോട്ടേക്ക് എടുത്ത് വെക്കണം. ഇവിടെ വന്നപ്പോഴേക്കും വീണ്ടും റീഫ്രെയിം ചെയ്യുക. കണ്ടോ, ഇതൊക്കെയാണ് കീ ഫ്രെയിം കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം. ഇപ്പം നോക്കിക്കോ, ഞാൻ ഇവിടെ ആഡ് ചെയ്തു, പെട്ടെന്ന് ഇവിടുന്ന് ജമ്പ് മേലോട്ട് വന്നതുണ്ടോ, അത് ഈ ഒരു കീ ഫ്രെയിമിൽ നമ്മൾ മാറ്റമൊന്നും വരുത്താത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ കീ ഫ്രെയിമിനെ ഇവിടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആ ഒരു കീ ഫ്രെയിമിന് പകരം അടുത്ത കീ ഫ്രെയിം അവിടേക്ക് അതിനെ മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഓൾമോസ്റ്റ് അത് അതിൻ്റെ മുകളിൽ തന്നെ കത്തും പോലെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ നമുക്ക് ബൾബോ വിളക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോ ട്രാക്കിംഗ് ഒന്നും ഇല്ലാത്ത സിസ്റ്റം ആണെങ്കിൽ ഇതേപോലെ നമുക്ക് ട്രാക്ക് ചെയ്ത് വെക്കാം. ഇതിനാണ് രണ്ടാമത് കീ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കീ ഫ്രെയിം യൂസ് ചെയ്യുന്നുണ്ട്. ക്രോപ്പ് കാര്യങ്ങൾക്ക് ക്രോപ്പിൽ കീ ഫ്രെയിം യൂസ് ചെയ്യാം. അതേപോലെ സോഫ്റ്റ്നെസ്സിൽ, ഒപ്പാസിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ. ഒപ്പാസിറ്റി നമുക്കറിയാം. ജസ്റ്റ് ഇവിടെ നിങ്ങൾ തുടങ്ങിയിട്ട് ഈ വീഡിയോ ഞാൻ ഒഴിവാക്കട്ടെ. ജസ്റ്റ് ഇവിടേക്ക് പ്ലേ ആകുന്ന സമയത്ത് ആദ്യം നമുക്ക് നല്ല കറുപ്പ് കളറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒപ്പാസിറ്റിയിൽ വന്നൊരു കീ ഫ്രെയിമും അപ്ലൈ ചെയ്യാം. ഓക്കെയാണ്. എന്നിട്ട് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഒപ്പാസിറ്റിയിൽ 0 ആക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 100 കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ 0 എന്ന് കൊടുക്കാം. അപ്പോൾ 0 ഒപ്പാസിറ്റി ആയിട്ടോ. അതിങ്ങനെ കയറി വന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ഇവിടേക്ക് എത്തുമ്പോഴേക്കും 100-ലെത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പുതിയൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് 100-ലേക്ക് ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ 100 ആയി. ഇപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അപ്ലൈ ആയി വരുന്നിട്ട് ഇതേപോലുള്ള ആനിമേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ യൂസ് ചെയ്യാം. എന്നിട്ട് തീരാൻ നേരത്തെ എന്ത് ചെയ്യാം, ഇവിടേക്ക് കൊണ്ട ശേഷം നമുക്ക് വീണ്ടും ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റിലേക്ക് വന്ന ശേഷം അതിനെ 0 ആക്കി കൊടുക്കാം. അപ്പോൾ എന്തായി, വീഡിയോ ഒരു മങ്ങിയിട്ട് തെളിഞ്ഞ് വന്നു, പിന്നെ മങ്ങിയിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ടൈമിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും, അതായത് കറുപ്പ് കളറിൻ്റെ ലെങ്ത്ത് കൂടും. ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു ട്രാൻസിഷൻ കിട്ടും. കണ്ടോ, ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് കീ ഫ്രെയിമിൽ ഇനി കളിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഏതായാലും ഇനി നമുക്ക് ടെക്സ്റ്റ് ആനിമേഷൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യാം, എഫക്ട് പാനൽ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ടൈറ്റിൽ നിന്ന് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ടെക്സ്റ്റുകൾ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ, മൾട്ടി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഡാവിഞ്ചി റിസോൾവ് 20 വാട്ട്സ് ന്യൂ എന്നുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചാനലിൽ കയറി കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. തൽക്കാലം ടെക്സ്റ്റ് പ്ലസ് ആഡ് ചെയ്തു. ഇനി ഞാനൊരു ആനിമേഷൻ കൊടുക്കുകയാണ്. എങ്ങനെയാണ്, എനിക്കിവിടെ കീ ഫ്രെയിം ചെയ്യാൻ വളരെ ഈസിയാണല്ലേ. ഇനി ഈ ടെക്സ്റ്റ് എനിക്കിങ്ങനെ എവിടുന്നെങ്കിലും ഇങ്ങോട്ടേക്ക് ആനിമേറ്റ് ചെയ്ത് ഒരുപാട് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സെറ്റിങ്സിൻ്റെ അകത്ത് വന്നു, ഇവിടെ ഞാൻ കീ ഫ്രെയിം കൊടുത്തു. ഒരുപാട് സൂം ചെയ്ത് വെച്ചു കേട്ടോ, ഇത്രയും സൂം ചെയ്ത് വെച്ചു. ഇതിൽ അവിടെ കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. കുറച്ച് മുന്നോട്ടേക്ക് വന്നു. അവിടെ വീണ്ടും ഞാൻ ഇതിൻ്റെ സൈസ് 1-ലേക്ക് മാറ്റുകയാണ്. 1 എന്നുള്ളൊരു വാല്യൂ കൊടുത്തു. എന്നിട്ട് കീ ഫ്രെയിമിൻ്റെ വിൻഡോ ഓൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് പ്ലേ ചെയ്യുകയാണെങ്കിൽ കണ്ടോ ആ ഒരു ആനിമേഷൻ അവിടെ വന്നതാണ്ടോ. ഈ ആനിമേഷൻ്റെ പോയിൻറ്റ്സ് ഇങ്ങോട്ട് നീക്കി വെക്കുക, അതായത് കീ ഫ്രെയിം ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായി, അതിങ്ങനെ വരും. കണ്ടോ, ഇങ്ങനെ ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി അങ്ങനെ അല്ലാതെ പൊസിഷനിലാണ് കൊടുക്കേണ്ടതെങ്കിലോ നമുക്ക് ഇത്രയും കീ ഫ്രെയിമുകൾ ഡിലീറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യാം, പൊസിഷനിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. റീസെറ്റ് ചെയ്തു. പൊസിഷൻ്റെ അകത്ത് ഞാനൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്ത ശേഷം പൊസിഷൻ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, പൊസിഷൻ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് നടുവിലേക്ക് കൊണ്ടുവരാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നോക്കിക്കോ, കണ്ടോ. അപ്പോൾ അത് സ്പീഡിൽ വന്നു എന്ന് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിന് എനിക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം കീ ഫ്രെയിമിനെ. ഇപ്പോൾ കണ്ടോ, സ്മൂത്തായിട്ട് വരുന്നത്
അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇതിവിടെ ഇത് ഇടിച്ച് നിൽക്കുന്ന പോലെ കണ്ടോ, ഇതൊന്ന് സ്മൂത്ത് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സംഭവം കണ്ടോ, ഇതൊന്ന് ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഓണായിട്ടോ. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആവില്ല, ഇപ്പോഴും ഇടിച്ച് വന്ന് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറം ഐക്കണുണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രാഫ് കാണാൻ പറ്റും. ഇനി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു സ്മൂത്ത് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഓൺ ചെയ്യണം, ഇതിൻ്റെ സെറ്റിങ്സ് ഓൺ ചെയ്യണം. ആ ഗ്രാഫാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി തൊട്ടിപ്പുറമുള്ള ഈ ഒരു ഐക്കൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഗ്രാഫ് അപ്ലൈ ആയി വന്നു അല്ലേ. ഇനി ഇതിൽ നമുക്ക് വേണ്ട കീ ഫ്രെയിമുകൾ ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, സ്മൂത്ത് കണ്ടോ, ഈ ഒരു സ്മൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, ഇപ്പോൾ അത് വന്നിട്ട് ആണുണ്ടോ ഒരു സ്മൂത്ത് ഒരു കാറൊക്കെ വന്ന് നിൽക്കും പോലെ ആ ഒരു സ്റ്റൈൽ കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ. ആ ഒരു ആനിമേഷൻ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഈ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ ആനിമേഷനിൽ ചേഞ്ച് വരുത്താം കണ്ടോ, പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് നമ്മളേക്ക് സ്മൂത്തായി നിന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഈ ഒരു സ്മൂത്ത് തന്നെ ആയിരിക്കും ബെറ്റർ. ഈ ഒരു സ്മൂത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത് ആനിമേഷൻ കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ. ഇനി നമുക്ക് സ്മൂത്ത് വേണ്ട, ഡയറക്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് രണ്ടും സെലക്ട് ചെയ്യുക. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായി. തൊട്ടിപ്പുറത്ത് ക്ലിക്ക് ചെയ്താൽ സ്മൂത്ത്, അതിൻ്റെ അപ്പുറത്ത് ക്ലിക്ക് ചെയ്താൽ എസ്കർവ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഉണ്ടോ, മെല്ലെ വന്ന് സ്പീഡിലായി മെല്ലെ വന്നു. അങ്ങനത്തെ ഓപ്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയാണ് എസ്കർവ് യൂസ് ചെയ്യുന്നത്. വീണ്ടും ഇത് സെലക്ട് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്മൂത്ത് കിട്ടും കണ്ടോ. അങ്ങനത്തെ ഓരോ ഓപ്ഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ പോയിന്റ്സ് ആഡ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലെ ഗ്രാഫ് നീക്കി വെക്കാം. പിന്നെ മൗസ് ടൂൾ സാധാ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. പിന്നെ ഇവിടെ കണ്ടോ സൂം ഔട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. പിന്നെ നമ്മൾ ഒരുപാട് സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ തിരിച്ചത് എങ്ങനെയാണോ നമുക്ക് വർക്ക് ഫുള്ളായിട്ട് കിടക്കുന്നത് ആ രീതിയിലേക്ക് കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഈ ഒരു ഐക്കൺ ഉണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി വലിയൊരു ഗ്രാഫ് കിട്ടും. സെക്കൻഡ് സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് സ്ക്രീനിൻ്റെ അകത്ത് ഇത് ആഡ് ചെയ്ത് നമുക്ക് വലിയ രീതിയിൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അത് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആനിമേഷൻ പല രീതിയിലും കൊടുക്കാം, വലുതാവുന്നതും ചെറുതാവും മാത്രമല്ല റൊട്ടേഷനിൽ കൊടുക്കാം, പിച്ചിൽ കൊടുക്കാം, യാവിൽ കൊടുക്കാം, അങ്ങനെ ഇങ്ങനെ പല ടൈപ്പിലുള്ള ആനിമേഷൻ കൊടുക്കുക. അതൊക്കെ കീ ഫ്രെയിമുകൾ കൊടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.